അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും ദേവയാനിക്കൊക്കെ മനസ്സിലാവാണ് അനാമികയുടെ സ്വഭാവം എന്താണെന്നുള്ളത്. പക്ഷെ ജാനകി മാത്രം അത് തിരിച്ചറിയുന്നില്ല. അനാമികയെ ജാനകി തലയിൽ കൊണ്ടുവച്ച് നടക്കാണ്. ദേവയാനോട് അനാമിക പോയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, എനിക്ക് വേണം MD സ്ഥാനം, ആദർശേട്ടനല്ല കൊടുക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ജാനകിയോട് പോയിട്ട് അനാമിക കുറെ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ അനാമിക പോയിട്ട് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നിന്റെ മനസ്സിൽ ഇത്രയ്ക്ക് വിഷമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്നെ എന്റെ മരുമകളെ പോലും തഴഞ്ഞിട്ട് എന്റെ മരുമകളാക്കി ഞാൻ സ്വീകരിച്ചതാ. പക്ഷെ ഇത്രയ്ക്ക് നിന്റെ ഉള്ളിൽ ഒരു വിഷമുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല എന്ന് ദേവേനി പറയാണ്. അപ്പോഴേക്കും ജാനകി ദേഷ്യപ്പെടുന്നുണ്ട്. എന്റെ മരുമകളെ കുറിച്ച് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അവൾ പാവാ, അല്ലാതെ നിന്റെ മരുമകളെ പോലെ എല്ലാം ഉള്ളിൽ കൊണ്ടു നടന്ന് വിഷം ചീറ്റുന്നല്ല അവളുടെ സ്വഭാവം. അപ്പോഴേക്കും ദേവേനി പറയാണ്, നിന്റെ മരുമകളെക്കാളും ഭേദം തന്നെയാ എന്റെ മരുമകൾ. ഇന്നേ വരെ ആരെയും കൂട്ടുതല്ലി വെച്ചതായിട്ട് എനിക്കറിയില്ല. എത്രയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടും എന്നെ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എല്ലാവരും കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ വീടിന്റെ റാണി അത് അവള് തന്നെയാ. എന്റെ മരുമകളെ ഞാൻ ഇപ്പൊ മുതൽ സ്വീകരിക്കാണ്. എന്റെ മകന് കിട്ടിയ ഭാഗ്യമാണ് എന്റെ മരുമകൾ എന്നൊക്കെ ദേവേനി പറയുന്നുണ്ട്. ഇത് കേട്ട് ജാനകി അവളെയും വലിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം മുഖത്തോടെ നോക്കാണ്. അങ്ങനെ അവര് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. മുറിയിലേക്ക് പോയതിനു ശേഷം മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയാണ്, ആ അനാമിക ഒരിക്കലും അനയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുകയാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ അവര് ഭാര്യയും ഭർത്താവുമായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയ മൂത്ത 2 മരുമക്കളും അവർ നല്ലവർ തന്നെയാ. കാശിന്റെ കുറച്ച് കുറവുണ്ടെന്നും പറഞ്ഞ് അതൊരു കുറവാവോ? ഒരു മനുഷ്യന് ഏറ്റവും അധികമായിട്ട് വേണ്ടത് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവാ, ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവാ. ആ കഴിവ് നയനയ്ക്കും നവ്യയ്ക്കുമുണ്ട്. നയനയെ കണ്ടിപ്പോ നവ്യ ഒത്തിരി മാറിയിട്ടുണ്ട്. അവളിപ്പോ നല്ല രീതിക്ക് തന്നെയാ ജീവിക്കുന്നത്. അവളുടെ ഭർത്താവിനെയും അവളുടെ അമ്മായിനെയൊക്കെ മനസ്സിലാക്കാനും മറിച്ചുവരെ നിർത്താനും അവളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. നയനയും നവ്യയും ഒരു കുഴപ്പമില്ല. ഗോവിന്ദന് 2 പെൺമക്കളും നല്ലവർ തന്നെയാ എന്ന് പറയാണ്. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കുന്ന അനാമിക, അവളിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. ഈ കുടുംബത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു അടികൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് ഓർത്ത് എനിക്ക് പേടിയാവുന്നുണ്ട് എന്ന് മുത്തശ്ശൻ പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് അതേ അവസ്ഥ തന്നെയാ. കാരണം എനിക്ക് പേടിയാവുന്നുണ്ട്. ഇപ്പൊ തന്നെ അനാമിക ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവൾ പറഞ്ഞത് കേട്ടില്ലേ? അതെങ്ങനെ ആദർശിന് MD സ്ഥാനം കൊടുക്കാൻ പറ്റുമെന്ന്? അവളുടെ ഭർത്താവിന് അത് വേണം പോലും. എനിക്ക് ആ ഒരു കഴിവും ആ ഒരു ഇതും എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും MD സ്ഥാനം കൊടുക്കണം. പക്ഷേ വീടിന്റെ അധികാരം അത് എപ്പോഴും മൂത്ത മരുമകൾക്ക് തന്നെ ആവണം. അനാമിക ഇപ്പൊ പിടിച്ചിരിക്കുന്നത് അതില. അവൾക്ക് വേണം പോലും ഈ തറവാട്ടിലെ എല്ലാ അവകാശങ്ങളും. മുത്തശ്ശൻ പറയാണ്, പിന്നെ കാശിന്റെ അഹങ്കാരം ഇല്ലാതിരിക്കോ? ആ കുട്ടി വലിയ കാശുള്ളടത്തല്ലേ, അതിന്റെ അഹങ്കാരമായിരിക്കും ഈ കാണിക്കുന്നതൊക്കെ. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, കുടുംബമാഹിമയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അത്രയ്ക്ക് വലിയ കാശുകാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ അമ്മയും അച്ഛനും തന്നെ എത്ര പെട്ടെന്ന് ഈ വിവാഹത്തിന് സമ്മതിച്ചത്. ആ പെൺകുട്ടി ആദ്യം ഇങ്ങോട്ടല്ലേ വന്നിട്ട് നമ്മളെയൊക്കെ സോപ്പിട്ടതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അലിക്ക് ആദ്യം മുതൽ തന്നെ ഈ ബന്ധത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നമ്മുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയ അവൻ സമ്മതിച്ചത്. അതിനു മുന്നേ നമ്മൾ പോയിട്ട് അവർക്ക് വാക്കും കൊടുത്തു. അതിനുശേഷം ഒരുപാട് തവണ അനി പറഞ്ഞിട്ടുണ്ട് ഈ വിവാഹത്തോട് താല്പര്യമില്ലെന്നും ഇത് നടത്താൻ പാടില്ലെന്നും ഒക്കെ. അങ്ങനെ ജാനകിയോടും ദേവിയോടൊക്കെ നയനോടൊക്കെ കുറെ തവണ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഒരു തവണ നയന വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ വിവാഹം നടക്കാതിരിക്കാൻ വലിയ വഴിയുണ്ടോന്ന്? അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ അതിലും ഭേദം ഞാൻ മരിക്കുന്നതാണെന്ന്. അന്ന് തന്നെ നയന മുഖത്ത് എന്തൊക്കെയോ മിന്നും പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചതാ. നിങ്ങൾ ഓർത്തു നോക്കിയേ, വിവാഹത്തിന് കുറച്ചു ദിവസം മുമ്പെയാ ആ കുട്ടി തട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് അത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവര് പറയുന്നില്ല. ആളും അറിയാ കൊണ്ടുപോയെന്നാ ആ കുട്ടി അന്ന് പറഞ്ഞത്. പക്ഷെങ്കില് അതിലെനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അന്ന് നയനയും നന്ദിയോട് കൂടിയിട്ടാ അവളെ പോയി രക്ഷപ്പെടുത്തിയത്. പക്ഷെ അനാമിക കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ കേട്ടു, നന്ദു നയനെയും മനഃപൂർവ്വം ഗുണ്ടകളെ ഇറക്കി ചെയ്യിപ്പിച്ചതാണെന്നും എന്നിട്ട് രക്ഷപ്പെടുത്തുന്ന പോലെ അഭിനയിച്ചതാണെന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു എന്ന് പറയാണ്. അത്രയ്ക്ക് മോശമായ ചിന്താഗതി ആ കുട്ടിയുടെ. ഇനി എങ്ങനെ ആവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയാണ്, അതെ എന്റെ ഭാഗത്തുനിന്നൊന്നും വീഴ്ചയാത്.
പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ അവിടെ പറഞ്ഞില്ലല്ലോ വസുന്ധരെ എന്ന് ചോദിക്കാണ്. അത് പിന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നില്ലേ, നിങ്ങളെ വെറുതെ സങ്കടപ്പെടുത്തണമെന്ന് കരുതി. പുരോഹിതൻ പറഞ്ഞതാ അനാമികയുമായിട്ടുള്ള വിവാഹം എനിക്ക് പാടില്ല എന്ന്. അത് മാത്രമല്ല 2 വിവാഹമുണ്ട് എനിക്കെന്ന അദ്ദേഹം പറഞ്ഞത്. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് എന്നോട് പറയാഞ്ഞേ? അതൊക്കെ അത്യാവശ്യമായിട്ട് പറയേണ്ട കാര്യമില്ലായിരുന്നോ? അതിനുള്ള പരിഹാരം തേടി നയന പൂജാരി അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് വാഴക്കല്യാണം നടത്തിയാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ വാഴക്കല്യാണം നടത്തി. പക്ഷെങ്കിൽ കല്യാണത്തിന്റെ ദിവസം പുരോഹിതൻ വന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, വാഴക്കല്യാണമൊന്നും ഒരിക്കലും ഒരു പരിഹാരമാവില്ല എന്നും അതിന് നിമിത്തം നോക്കണമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു. വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോവായിരുന്നു. എന്തുകൊണ്ടാ നിങ്ങൾ ചെല്ലാഞ്ഞെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വിശ്വാസം നിങ്ങളെയാണ്. നിങ്ങൾ ചെന്ന് പറഞ്ഞാല് എല്ലാം ഓക്കെ ആവുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതില്ലാതായിപ്പോയപ്പം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവം നടന്നപ്പോ അതിനു മുമ്പേ എന്നോടൊന്ന് സൂചിപ്പിക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. ഞാൻ പറഞ്ഞല്ലോ നിനക്ക് സുഖമില്ലാത്തോണ്ടാ അങ്ങനെയൊക്കെ ചെയ്തത്. എനിക്ക് 2 വിവാഹമുണ്ട്, അതിന് പരിഹാരമില്ലെന്ന് തന്നെ പുരോഹിതൻ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാലോ അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ വിവാഹം അവന് പരാജയമാണെന്ന്. അത് മനസ്സിലാക്കുമ്പോഴെങ്കിലും തനിക്ക് എന്നോടൊന്ന് പറയായിരുന്നു. എന്നോട് ക്ഷമിക്കണം, താങ്കൾക്ക് വയ്യാത്തോണ്ടാ ഞാൻ പറയാതിരുന്നത്. അത് ഇത്രയ്ക്ക് വലിയൊരു പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, എന്തായാലും വിധിയെ തടുക്കാൻ മറ്റാർക്ക് സാധിക്കില്ലല്ലോ. ഇത് അവന്റെ വിധിയായിരിക്കും. ഈ പെൺകുട്ടി ഒരുപക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട് വസുന്ധരെ, കാരണം ഈ വിവാഹ ജീവിതം തകരുവോന്ന്. അങ്ങനെ ഞാൻ തകർന്നാല് അതിന്റെ ബാധ്യത നമ്മളുടെയും കൂടെ തലയിലാവും. നമ്മളാണല്ലോ പോയി വാക്ക് കൊടുത്തത്. ആദ്യ പലതവണ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ വിവാഹം വേണ്ട വേണ്ട എന്ന്. എന്നിട്ട് പോലും കേൾക്കാതെ നമ്മളെല്ലാരും അതിനെ എതിർക്കുമ്പോൾ അതൊന്ന് നടത്താൻ തീരുമാനിച്ചപ്പോ അതിനെല്ലാം കുറ്റക്കാര് നമ്മൾ തന്നെ ആവില്ലേ? ഇനിയിപ്പോ എന്തായാലും വെറുതെ വെച്ച് കാണാം. താന് ആ കുട്ടിയെ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം, കുറെയൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചും ഈ വീട്ടിലെ പാരമ്പര്യമായി നിലനിന്നു പോകുന്ന ആചാരങ്ങളെ കുറിച്ചും എല്ലാം ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയെങ്കിലും ആ കുട്ടി മാറുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാൻ പറയാം, പക്ഷെ രക്ഷയുണ്ടെന്ന് തോന്നില്ല. കാരണം ജാനകി അവളെ മുറുകെ പിടിച്ചിരിക്കുക. ജാനകിയുടെ സ്വഭാവം ഇപ്പൊ ആകെപ്പാടെ മാറിപ്പോയി. അതിന്റെ കാരണം എന്താന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. ജാനകി പറഞ്ഞ പോലെ ആ കുട്ടി പെരുമാറും. പക്ഷെങ്കില് ജാനകി ഒന്ന് മാറിയിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമായേനെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്തായാലും ഞാൻ കുട്ടിയോടൊന്ന് സംസാരിച്ച് നോക്കാം, അതല്ലേ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കുട്ടിയോട് സംസാരിക്കുമ്പം അതിന്റെ പെരുമാറ്റവും രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ ജാനകി ഉള്ളിടത്തോളം കാലം അവളെ പറഞ്ഞ് തിരുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പഴയ ജാനകിയുടെ സ്വഭാവമൊന്നും അല്ലല്ലോ ഇപ്പത്തെ ജാനകിക്ക്. അതുകൊണ്ട് എന്തായി തീരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. വന്ന ഒരാഴ്ചക്കുള്ളിൽ വീട്ടിൽ ഇത്രയും വലിയ അലമ്പും അടിയും ബഹളവും ഒക്കെ ആയി. ഇന്നേ വരെ തല്ലുകൂടാത്ത ദേവിയാനിയും ജാനകിയും തമ്മിൽ പൊരിഞ്ഞ അടിയുമായി. ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പാർട്ട് 2 അടുത്തിടയിൽ അപ്ലോഡ് ചെയ്യാമേ.